യുഎസിലെ കാലിഫോർണിയയിൽ മലയാളി കുടുംബത്തിലെ 4 പേർ മരിച്ചതിൽ ദുരൂഹത. കൊല്ലം സ്വദേശി ആനന്ദും ഭാര്യ ആലീസും മരിച്ചത് വെടിയേറ്റാണെന്ന് പോലീസ്. ഇവരുടെ മക്കളായ നോഹ, നെയ്തൻ എന്നിവരെയും ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തി. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. പക്ഷേ ഒരു നല്ല ദിവസമല്ല, നമുക്ക് നല്ല വാർത്തയുമല്ല പങ്കുവെക്കാനുള്ളത്. എന്താണ് ഇന്നലെ ഒരു അപകടം എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന വിവരങ്ങൾ. അത് ഒരു ദുരൂഹത അല്ലെങ്കിൽ ഒരു കൊലപാതക സാധ്യതയൊക്കെ കാണുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഗോകുൽ യുഎസിലെ കാലിഫോർണിയയിലെ സാൻ മെറ്റോയിൽ താമസിക്കുന്ന മലയാളി കുടുംബമായിരുന്നു 4 പേർ മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുന്നത്. ആനന്ദ് സുജിത് ഹെൻറി 42 വയസ്സായിരുന്നു പ്രായം. ഭാര്യ ആലീസ് പ്രിയങ്ക 40 വയസ്സും അവരുടെ ഇരട്ടക്കുട്ടികളായ 4 വയസ്സുകാരായ നോഹ, നെയ്തൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആനന്ദിന്റെയും ആലീസിന്റെയും ഈ മൃതദേഹങ്ങൾ ബാത്റൂമിലായിരുന്നു പോലീസ് കണ്ടെത്തിയത്. ഇരുവരുടെയും ദേഹത്ത് വെടിയേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു 9mm പിസ്റ്റളും തിരകളുമൊക്കെ ഈ ബാത്റൂമിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കിടപ്പുമുറിയിലാണ് 2 കുട്ടികളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന്റെ ഉത്തരവാദികൾ വീടിനുള്ളവർ തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു സംശയമാണ് പോലീസ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് ആരെങ്കിലും ഈ വീടിനുള്ളിൽ പ്രവേശിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം ഡോക്ടർ ജി ഹെൻറിയുടെ മകനായിരുന്നു ഈ മരിച്ച ആനന്ദ് സുജിത് ഹെൻറി. അതുപോലെ കൊല്ലം കിളിയല്ലൂരിൽ പരേതനായ ബെൻസിഗറിന്റെയും ജൂലിയറ്റ് ബെൻസിഗറിന്റെയും ഏക മകളായിരുന്നു ഈ മരിച്ച ആലീസ് പ്രിയങ്ക. ആലീസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 11-ാം തീയതിയാണ് തിരികെ നാട്ടിലേക്ക് എത്തിയത്. നാട്ടിൽ നിന്നുള്ള ഈ വാട്സാപ്പ് സന്ദേശങ്ങൾക്കൊന്നും മറുപടി ലഭിക്കാതെ വന്നപ്പോൾ അവർ ഒരു സുഹൃത്തിനെ ബന്ധപ്പെടുകയും ആ സുഹൃത്താണ് ഈ പോലീസിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ പോലീസ് ഈ വീട് പരിശോധിച്ചപ്പോഴാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ഹീറ്ററിൽ നിന്ന് വിഷവാതകം ചോർന്നത് ശ്വസിച്ചതാകാം മരണകാരണം എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ പിന്നീട് പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തുന്നുണ്ട്. ആനന്ദും ആലീസും വിവാഹമോചനത്തിനുള്ള നടപടി ക്രമങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇവരുടെ ബന്ധുക്കൾ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനൊക്കെയായി അമേരിക്കയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഗോകുൽ, മധു, ഇവരുടെ തൊഴിൽ, മറ്റ് സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്കോ മറ്റോ നയിക്കാനുള്ള സാഹചര്യമുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? ഇപ്പം അത്തരം യാതൊരു വാർത്തകളും നമുക്ക് ലഭിക്കുന്നില്ല. സ്ഥിരീകരിക്കാത്ത ഒരുപാട് ഊഹാപോഹങ്ങൾ നമ്മൾ അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഈ വിഷവാതകം ശ്വസിച്ചു മരിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പ്രചരിച്ചിരുന്നു. പക്ഷേ പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വെച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവർക്ക് അടുത്ത ബന്ധുക്കളൊന്നും അമേരിക്കയിൽ ഇല്ല എന്നാണ് നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായത്. തന്നെയുമല്ല, ഈ ഇവരുടെ പിതാവ്, ഈ മരിച്ച ആനന്ദിന്റെ പിതാവ് ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലുമാണ്. അദ്ദേഹം ഈ വിവരം ഈ നിമിഷം വരെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിലും സംശയമുണ്ട്. ഗോകുൽ, ശരി. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് സങ്കടകരമായ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. മലയാളികളായ കുടുംബത്തിന് 4 പേരാണ് മരിച്ച നിലയിൽ അവരെ കണ്ടെത്തിയത്. ഏതായാലും അതൊരു ആത്മഹത്യയാണ് എന്ന സംശയം ഉയരുന്നുണ്ട്. ഏതായാലും വീടിനുള്ളിൽ തന്നെയുള്ളവരാണ് ആ മരണത്തിന് കാരണം എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഭാര്യയും ഭർത്താവും 2 കുട്ടികളുമാണ് മരിച്ചത്. കൊല്ലം സ്വദേശികളാണ് മരിച്ചത്. ആനന്ദ്, ഭാര്യ ആലീസും അവരുടെ 2 മക്കളുമാണ് ഇന്നലെ അവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വീടിനുള്ളിൽ.